യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളോട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഡെയിലി ബയാസ് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡെയിലി ബയാസ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ആ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഫോറക്സ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോറക്സ്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ആണ്, ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡയറക്ഷനിൽ നമുക്കൊരു ട്രേഡ് എടുക്കാനും പറ്റും. അതുപോലെ ആ ഒരു സമയത്തുള്ള മേജർ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ഫൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡെയിലി ബയാസ് ബിൽഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് നോക്കിയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു കറൻസി പെയറിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഡെയിലി ബയാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ യൂറോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് റീസെൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പുൾ ബാക്ക് വന്നു. ആ പുൾ ബാക്ക് വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡ് വൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ്, ഡൗൺ ആണ് വീക്ക്ലിയിൽ. ഓക്കെ, സോ നമുക്ക് ഏറ്റവും മോസ്റ്റ് റീസെന്റ് ട്രേഡിംഗ് റേഞ്ച് നോക്കണം. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറാണ്, താഴോട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ വീക്ക്ലിയിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തൊരു താഴോട്ടേക്കാണ്. സോ ഇവിടെയുള്ള എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് ഇത് രണ്ടാണ് നമ്മളെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ്, ഈ രണ്ട് മേജർ ലിക്വിഡിറ്റീസ്. ഓക്കെ, സോ ഇത് ഒരു സ്ട്രോങ് പോയിന്റ് ആണ്, കാരണം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സ്ട്രക്ചർ താഴോട്ടേക്കാണ്. സോ ഒബ്വിയസ്ലി ഇതൊരു സ്ട്രോങ് ഹൈ ആണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സ്ട്രോങ് ഹൈ റെസ്പെക്ട് ചെയ്തു. അപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ ഇന്റേണൽ റേഞ്ച്, ഈ ട്രേഡിന്റെ ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ ഇൻസൈഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഇന്റേണൽ റേഞ്ച് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അടുത്ത നമ്മളൊരു എക്സ്പെക്ടേഷൻ വീക്ക്ലിയിൽ ഈ ഒരു എക്സ്റ്റേണൽ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, വീക്ക്ലിയിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്കാണെന്നുള്ള ഒരു ബയാസ് നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നോക്കിയ സമയത്ത് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് മാർക്ക് ചെയ്തിടാം. വീക്ക്ലി ജസ്റ്റ് എന്ത് ചെയ്യാം, വീക്ക്ലി നമ്മൾ ബിയറിഷ്. ഓക്കെ, നമ്മളെന്താ വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ ബിയറിഷ് ആണ്. ഓക്കെ, ഇനി അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്ത് കൺഫർമേഷൻ ആണ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ബയാസ് ആണ് ഡെയിലി തരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. എന്ത് ചെയ്യാം, എന്നിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, സോ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വീക്ക്ലിയുള്ള ആ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ, അതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എം എസ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് താഴോട്ടേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പുതുതായിട്ട് എന്തുണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ ഒരു ബിയറിഷ് ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ തന്നു. സോ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഡെയിലി എഫ് വി ജി. ഓക്കെ, ഈ എഫ് വി ജി കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ നമുക്കറിയാം 3 ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എഫ് വി ജി കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുള്ളൂ. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിലും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഫ് വി ജി ഇവിടെ കൺഫേം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി, മാർക്കറ്റ് വീക്ക്ലിയിൽ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡെയിലി ബയാസ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യാൻ പറ്റി, ബിൽഡ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എഫ് വി ജി, ഇത് രണ്ടും റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 4 ടൈം ഫ്രെയിമിലേക്ക് വരാം. പിന്നെ നമുക്ക് 4 ഓവറിൽ ഇപ്പോൾ നമുക്കുള്ള എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ താഴോട്ടേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക്
ഇനി എവിടെ നിന്നൊക്കെ എൻട്രി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു ഫൈൻഡിങ്സ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് മോസ്റ്റ് ഏറ്റവും റീസെന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ഒരു ലിക്വിഡിറ്റിയാണ് എന്ത്, ഈ ഒരു ലിക്വിഡിറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഷോർട്ടിൽ ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഷോർട്ടിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട ലിക്വിഡിറ്റി ഇതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി മേലോട്ടേക്ക് വരും, അവിടുന്ന് നമുക്ക് കണ്ടിന്യൂഷൻ താഴോട്ട് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു ഇവിടുന്ന് റിവേഴ്സൽ മാർക്കറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റ് എന്ത് ചെയ്യണം, അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് ഈ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, മേലോട്ടേക്ക് വരിക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 4 ടൈം ഫ്രെയിമിലുള്ള മേജർ ലിക്വിഡിറ്റീസ് ഒന്ന് ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിക്വിഡിറ്റി ആണെന്ന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, മേലോട്ടേക്ക് വരണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തില്ല, ഒരു ലൈക്ക് ഈ ഒരു റേഞ്ച് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കൺഫേം ആയിട്ടില്ല. ഓക്കെ, ഒരു പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു റേഞ്ചിന്റെ ബോർഡർ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഈ ഒരു ഹൈ നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു ലാസ്റ്റ് ഹൈ, ഈ ലോ ആണ് ലാസ്റ്റ് എന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫേം ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മളെ ഈ റേഞ്ചിന്റെ ലോ എന്നുള്ളത് കൺഫേം ചെയ്യാം. ഓക്കെ, സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ബയാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റാൻഡംലി മാർക്കറ്റിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ബയാസ് എങ്ങോട്ടാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു എക്സ്പെക്ടേഷൻ ആണുള്ളത്, മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, മേലോട്ടേക്ക് പോവാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. അതിനുശേഷം ഇവിടുന്ന് എന്തെങ്കിലും ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് മേലോട്ടേക്കുള്ള ലോങ്ങും അതുപോലെ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് FEG ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയയിൽ നിന്ന് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ പ്രകാരം എന്ത് ചെയ്യാം, ഷോർട്ട് എടുക്കാം. ഓക്കെ, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ ട്രേഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്താൽ മതി, വീക്ക്ലിയിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളും മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീക്ക്ലിയിൽ ടെസ്റ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്സ് അതുപോലെ FEGs കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലിയിൽ ഇനി വരെ ടെസ്റ്റ് ചെയ്യാത്ത സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താഴോട്ടേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വിക്ക് മാത്രമേ നമുക്ക് ഇവിടെ മെഡിക്കേറ്റ് ചെയ്യാത്തുള്ളൂ. ഇവിടെ താഴെ ഒന്നും നമുക്ക് എന്തില്ല, FEGs ഇല്ല. സോ പ്രൈസിന് ബുള്ളിഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാര്യവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഒബിയസ്ലി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ഒരു റേഞ്ച് ലോ അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ചിന്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാനും അതുപോലെ മാർക്കറ്റ് ഈ ഒരു ബിയറിഷ് മൊമെന്റം ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ ഒരു വീക്ക്ലി ബയാസ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കൺഫർമേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ് നമുക്ക് ഡെയിലിയിലോ അല്ലെങ്കിൽ 4 hourലോ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ആ ഒരു ലൈക്ക് ആ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ബ്രേക്കും അതുപോലെ ഓർഡർ ബ്ലോക്ക് അതുപോലെ FEGs കാര്യങ്ങളും എന്ത് ചെയ്ത് നമുക്ക് ഡെയിലിയിൽ കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് എന്ത് ചെയ്യാം, ഷോർട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഷോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടുന്ന് ലോങ്സ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ലോങ് ഈ ഒരു പ്ലേസ് വരെ നമുക്ക് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു സോൺസ് രണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലോട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും മൂവ്മെന്റ് നമുക്ക് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അടുത്തൊരു മേജർ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യണം, സ്വീപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് അടുത്തൊരു മേജർ ലിക്വിഡിറ്റി. സോ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കൺഫർമേഷൻ തരാന്നുണ്ടെങ്കിൽ ഈ ഒരു ലോങ്ങും അതുപോലെ ഈ ഒരു ഷോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു ഡെയിലി ബയാസ് നോക്കേണ്ടത് നമ്മൾ ഒരു സിംഗിൾ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടല്ല. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, മിനിമം വീക്ക്ലി ടൈം ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യണം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ മാർക്ക് ചെയ്യുക, അതുപോലെ ട്രേഡിംഗ് റേഞ്ചിന്റെ ഹൈ ലോ മാർക്ക് ചെയ്യുക, പിന്നെ അതുപോലെ അവിടെ ടെസ്റ്റ് ചെയ്യാത്ത സോൺസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, ഡെയിലിയിലും അതുപോലെ 4 hourലും എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ ആ രീതിയിൽ കറക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 hour സോൺസിൽ മാർക്കറ്റ് അത്തരത്തിൽ നമ്മൾ ഡെയിലി ബയസിനെ
സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ താഴോട്ടേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള നമ്മളെ ഡെയിലി അല്ലെങ്കിൽ 4 hour സോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ കൺഫർമേഷൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡയറക്ഷനിൽ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടി പ്രോബബിൾ ആയിട്ടുള്ള ട്രേഡ്സുകൾ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു ഇനഫ് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു 2-3 വീക്സ് മോണിറ്റർ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് റിയൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ആ ഒരു ബയാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു സെക്കൻഡ് സീരീസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.